തവള വന്ന് കള്ള് കുടിച്ചിട്ട് പോകുന്നതായിട്ട് കണ്ടത്. ഉടൻ തന്നെ ദേശത്തിലെ ദിവ്യനായിട്ടുള്ള കേളംകുലശേഖരവാത്തി എന്ന മഹാമാന്ത്രികനെ അദ്ദേഹം അറിയിക്കുകയും ആ മഹാമാന്ത്രികന്റെ ജ്ഞാനദൃഷ്ടിയാൽ അത് ഒരു ദേവിയുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളതെന്നും അത് തവളയായി മാറി കള്ളു കുടിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് 7 ദിവസത്തോളം കാത്തിരുന്ന് തവളയെ പിടിച്ചു. ഈ മുടിയോടുകൂടിയാണ് തവളയെ കിട്ടിയതെന്നും അങ്ങനെ ആ മുടിയെ കലമാൻ കൊമ്പിൽ പ്രതിഷ്ഠിച്ച് ആവാഹിച്ച് പൂജിച്ചു. ദേവി അകത്തുണ്ടെങ്കിൽ ദേവിയെ തന്നെ നോക്കുന്നുണ്ട്. അവ എത്ര പിടിച്ചാലും ഈ പശു അവനെ വിട്ടു പോവില്ല. അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ മാത്രമേ പശു അവൻ്റെ കൂടെ പോകും. ഇതെന്നുള്ള സംഭവമാണ്, നിത്യസംഭവം. രാത്രി 11 മണിക്ക് പറന്നിന്മേലിൽ ദേവി മുകളിൽ ഇരിക്കുകയും ദാരികനെ കാണുകയും അവർ തമ്മിൽ വാക്പോര് നടത്തുകയും പുലർന്നതിന് ശേഷം നിലത്തിലിറങ്ങി നിലത്തിപ്പോര് നടത്തി ഉച്ചയോടുകൂടി ദാരികനെ നിഗ്രഹിച്ച് വൈകുന്നേരത്തോടുകൂടി വെള്ളാണി കായൽ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ദേവി അകത്തുകയാണ്. കൊയ്ത്തുത്സവമായിട്ട് ബന്ധപ്പെട്ട് ദേവി പറയെടുക്കുന്ന ഒരു ചടങ്ങാണ് കാളിയൂട്ട് മഹോത്സവം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്നുള്ളത് മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം കൊടിയേറ്റോടു കൂടിയാണ് ഉത്സവാരംഭം നടക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവം തുടങ്ങി അവസാനം 10 ദിവസത്തിന്റെ ആദ്യമായിട്ടാണ് കൊടിയേറ്റുത്സവം നടക്കുന്നത്. തവളയുടെ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെ, മറ്റെവിടെയുമല്ല, തിരുവനന്തപുരം നഗരത്തിലെ വെള്ളായണി കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളായണി ദേവി ക്ഷേത്രം. ഇവിടെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വെള്ളായണി കായലിൽ നിന്നാണ് ദേവി ആവിർഭവിച്ചിട്ടുള്ളത്. പൂർവ്വകാലത്ത് ഈ ദേശത്ത് കള്ള് ചെത്ത് പതിവായിരുന്നു. അങ്ങനെ കള്ള് ചെത്തിയിരുന്ന സമയത്ത് ആ ചെത്തുകാരൻ ഒരിക്കൽ കല്ലെടുക്കാൻ പോയപ്പോഴത്തേക്കും ആ കള്ള് കാണുന്നില്ല. അപ്പം ആ ചെത്തുകാരൻ പതിയിൽ നോക്കിയപ്പോഴാണ് ഒരു തവള വന്ന് കള്ള് കുടിച്ചിട്ട് പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടത്. ഉടൻ തന്നെ ദേശത്തിലെ ദിവ്യനായിട്ടുള്ള കേളംകുലശേഖരവാത്തി എന്ന മഹാമാന്ത്രികനെ അദ്ദേഹം അറിയിക്കുകയും ആ മഹാമാന്ത്രികന്റെ ജ്ഞാനദൃഷ്ടിയാൽ അത് ഒരു ദേവിയുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളതെന്നും അത് തവളയായി മാറി കള്ളു കുടിക്കുന്നതെന്നാണ് അറിഞ്ഞുകൊണ്ട് ആ മാന്ത്രികൻ 7 ദിവസത്തോളം കാത്തിരുന്ന് തവളയെ പിടിച്ചു. അങ്ങനെ തവള കായലിലേക്ക് ചാടി. ആ ചാടിയ തവളയെ കായൽ തിരഞ്ഞ് 7 ദിവസത്തിലേക്ക് മുടിയോടുകൂടിയാണ് തവളയെ കിട്ടിയതെന്നും അങ്ങനെ ആ മുടിയെ കലമാൻ കൊമ്പിൽ പ്രതിഷ്ഠിച്ച് ആവാഹിച്ച് പൂജിച്ചു. ആ പൂജ ശേഷം ഉത്സവമായ ഇന്നത്തെ തിരുമുടി വിഗ്രഹത്തെ രൂപകൽപ്പന ചെയ്യുകയും അങ്ങനെയാണ് അതിനെ കാളിയൂട്ട് ഉത്സവ ബിംബമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിച്ച ദേവിയുടെ തിരുമുടി കേരളത്തിലെ ദേവീ ക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയതാണ്. 4 കരയുണ്ട് ഇവിടെ. പൊന്മംഗലം, കിഴക്കേക്കര, പടിഞ്ഞാറേക്കര, വടക്കേക്കര. ആ 4 കരകളിലും ഉള്ള വീടുകളിൽ നിറവറ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് നല്ലിരിപ്പ് ഒരു കാര്യമുണ്ട്. ആ നല്ലിരിപ്പ് ദേവി ഇരിക്കുന്നത്. അത് എന്നിട്ട് മാർച്ച് 22-ാം തീയതി വൈകുന്നേരം രാത്രി 11 മണിക്ക് പറന്നിന്മേലിൽ ദേവി മുകളിൽ ഇരിക്കുകയും പിന്നെ ദാരികനെ കാണുകയും അവർ തമ്മിൽ വാക്പോര് നടത്തുകയും പുലർന്നതിന് ശേഷം നിലത്തിലിറങ്ങി നിലത്തിപ്പോര് നടത്തി ഉച്ചയോടുകൂടി ദാരികനെ നിഗ്രഹിച്ച് വൈകുന്നേരത്തോടുകൂടി വെള്ളാണി കായൽ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ദേവി അകത്തുകയാണ്. ഇതാണ് ഇത്തവണത്തെ കാളിയൂട്ടിന്റെ പ്രധാന ചടങ്ങുകൾ. ദാരികവധത്തിന്റെ കഥാവിഷ്കാരമായ കാളിയൂട്ട് മഹോത്സവം 3 വർഷത്തിലൊരിക്കലാണ് നടത്തപ്പെടുന്നത്. ഏകദേശം 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാളിയൂട്ട് മഹോത്സവം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവമാണ്. കൊയ്ത്തുത്സവമായിട്ട് ബന്ധപ്പെട്ട് ദേവി പറയെടുക്കുന്ന ഒരു ചടങ്ങാണ് കാളിയൂട്ട് മഹോത്സവം. ഏകദേശം 60, 65, 67 ദിവസത്തോളം ഈ ഉത്സവം നീണ്ടു നിൽക്കുന്നുണ്ട്. 4 ദിക്കിലും 4 കരകളിലുമായിട്ടാണ് ഈ മഹാ ഉത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം കൊടിയേറ്റോടു കൂടിയാണ് ഉത്സവാരംഭം നടക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവം തുടങ്ങി അവസാനം 10 ദിവസത്തിൻ്റെ ആദ്യമായിട്ടാണ് കൊടിയേറ്റുത്സവം നടക്കുന്നത്. ഏകദേശം ഒരു 9ഓളം ജാതിക്കാർ ചേർന്നിട്ടാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. പ്രത്യേകതയും ഈ ക്ഷേത്രത്തിന് ഉണ്ട്. ഉത്സവകാലത്ത് തൻ്റെ മക്കളെ കാണാനായി ദേവി 4 ദിക്കിലേക്കും എഴുന്നള്ളുന്നു. ഇതിനെ ദിക്കുബലി എന്നാണ് വിളിക്കുന്നത്. കാളിയൂട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് മറ്റ് പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് പറന്നേറ്റ്, നിലത്തിൽ പോര്, കളങ്കാവൽ, ദിക്കുബലിയാണ്. പ്രസിദ്ധമായ കച്ചേരിയുടെ എഴുന്നള്ളിപ്പ്, അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് പണ്ട് രാജഭരണകാലം മുതൽ നിലനിന്നിരുന്ന ഒരു ചടങ്ങാണത്. നിലവിലിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് തിരുവനന്തപുരം തഹസിൽദാരും നമ്മളെ നേമം വില്ലേജ് ഓഫീസർ, നേമം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് നേമം SHO, KSCB, AE മുതലായ ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ചടങ്ങുകൾക്കെല്ലാം പ്രമുഖമായിട്ടുള്ള ഒരു സാരഥ്യം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ
നമ്മുടെ പർണേറ്റ് മഹോത്സവം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 22-ാം തീയതി വൈകുന്നേരം രാത്രി 11 മണിക്ക് മേലാണ് ദേവി പർണിന് മുകളിൽ കയറുന്നത്. പിറ്റേ ദിവസം രാവിലെ പർണിൻ്റെ മുകളിൽ കയറി അതോടൊപ്പം തന്നെ ആകാശമാർഗ്ഗെ ദാരികനെ കാണുകയും അവിടെ വെച്ച് പോരിനായിട്ട് യുദ്ധം കുറിക്കുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ 7 പോര് നമുക്ക് നമ്മളെ നിലത്തിപ്പോര് കളത്തിലുണ്ടാവും. അങ്ങനെ 7 പോരും കഴിഞ്ഞ് ദാരികനെ വധിച്ചതിന് ശേഷം വൈകുന്നേരം ആറാട്ടോടുകൂടിയാണ് ദേവി ക്ഷേത്രത്തിൽ എഴുന്നള്ളുന്നത്. ദേവിയുടെ രൗദ്രഭാവത്തെ ശാന്തമാക്കാൻ നൽകുന്ന മധു നിവേദ്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ചേട്ടാ, എല്ലാരും പറയുന്നു ഈ സുന്ദരി പശു എല്ലാ ദിവസവും ഇവിടെ നിന്ന് അമ്മയെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന്. എല്ലാ ദിവസവും പിടിക്കണ്ട. ഇങ്ങനെ അത് തന്നെ ഈ നട തുറക്കുമ്പോ എല്ലാ ദിവസവും ശിവൻകോവിലും ഇവിടെ ശിവൻകോവിലും പോയി ശിവൻകോവിലിൽ ഭയങ്കര ബഹളമാണ്. ഭയങ്കര ബഹളാണോ? അതെന്താ? അവിടെ ചാട്ടം കളിയൊക്കെയാണ്. ആ, ഇവിടെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് വിളിക്കും നടയിക്കണമെങ്കിൽ ആളൊക്കെ വിളിക്കും. ഇന്ന് അമ്മ അവിടെ ഇരിക്കുന്നോണ്ട് അങ്ങോട്ട് നോക്കി നിൽക്കാന്ന്. ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇതിന്? ഇപ്പം ഒരു 2-2.5 വയസ്സാവേ ഉള്ളൂ. 2.5 വയസ്സ്. അപ്പൊ ഈ 2.5 വർഷമായിട്ട് ഇങ്ങനെ ഇതിലേ കൂടെ പോകുമ്പോ ഇങ്ങനെ നിൽക്കുവോ? മധു എന്നാണ് ആ പയ്യൻ്റെ പേര്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാവൻ താമസിക്കുന്ന. ദിവസവും പശുവിനെ കുളിപ്പിച്ച് വന്നാൽ പശു ഒന്നുകിൽ കിഴക്കോട്ട് നോക്കിക്കും, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട്. ഇന്നിപ്പോൾ അവൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവി പുറത്തിരിക്കുകയാണ്. അകത്തോട്ട് ദേവി അകത്തുണ്ടെങ്കിൽ ദേവിയെ തന്നെ നോക്കി നിന്ന് അവൻ എത്ര പിടിച്ചാലും ഈ പശു അവനെ വിട്ടു പോവില്ല. അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ മാത്രമേ പശു അവൻ്റെ കൂടെ പോകത്തുള്ളൂ. ഇതെന്നുള്ള സംഭവമാണ്, നിത്യസംഭവമാണ്. ദാരിക നിഗ്രഹത്തിനായി അവതരിച്ച് ഭദ്രകാളിയുടെ രൗദ്രഭാവവും ഒരമ്മയുടെ മാതൃഭാവവും ഒരുമിച്ച് കുടികൊള്ളുന്ന ഈ വെള്ളായണിയുടെ മണ്ണിലേക്ക് ഭക്തലക്ഷങ്ങളാണ് ജാതിഭേദമന്യേ അഭയം തേടിയെത്തുന്നത്. വെള്ളായണി അമ്മയുടെ അനുഗ്രഹം തേടാനും കാളിയൂട്ടിന് സാക്ഷിയാവാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മണ്ണിൽ സന്ദർശിക്കണം.